മകളുടെ വരവിന് ശേഷം ഒരു ഫുൾ ടൈം യൂട്യൂബറായി മാറിക്കഴിഞ്ഞ പേളിമാണി. ഗർഭിണിയാകുന്നത് വരെ റിയാലിറ്റി ഷോകളും അവാർഡ് നിശകളിലുമെല്ലാം അവതാരികയായി നിറഞ്ഞു നിന്നിരുന്നു പേളി. അപ്പോഴും ചാനലുണ്ടായിരുന്നുവെങ്കിലും വളരെ വിരളമായി മാത്രമേ വ്ളോഗുകൾ പങ്കുവച്ചിരുന്നത്. വിവാഹത്തോടെ എല്ലാത്തിനും ഗൈഡൻസിനും നേതൃത്വം നൽകുവാനും ഒരുമിപ്പിക്കാനും ശ്രീനിഷിനെ കിട്ടിയതോടെയാണ് യൂട്യൂബ് ചാനലിനെ പേളി സീരിയസായി എടുത്ത് വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്തു തുടങ്ങിയത്. തെന്നിന്ത്യയിൽ ഒട്ടുമിക്ക ബിഗ് സ്റ്റാർസിൻ്റെയും ഇൻ്റർവ്യൂ പേളിമാണി എന്ന യൂട്യൂബ് ചാനലിലൂടെ താരം ചെയ്തു കഴിഞ്ഞു. ഈ വർഷം ഒട്ടനവധി നേട്ടങ്ങൾ പേളിക്ക് ലഭിച്ച വർഷം കൂടിയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ മകൾ നിറ്റാരയുടെ ജനനമായിരുന്നു. കൂടാതെ ഒരു പ്രീമിയം ലക്ഷറി ഫ്ലാറ്റും പുതിയതായി പേളിയും ശ്രീനിഷും ഈ വർഷം സ്വന്തമാക്കിയിരുന്നു. താക്കോൽ വാങ്ങി എന്നല്ലാതെ അവിടേക്ക് ഇതുവരെയും താമസം മാറിയിട്ടില്ല. ദ്വീപിലാണ് പേളിമാണിയുടെയും ശ്രീനിഷിൻ്റെയും പുതിയ അപ്പാർട്ട്മെന്റ്. വീടിന്റെ പ്രമാണം കൈമാറ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പേളിമാണി നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. ദ്വീപ് മറ്റെങ്ങുമല്ല, കൊച്ചി നഗരത്തിൽ തന്നെയാണ്. ദ്വീപ് എന്ന് കരുതി അവിടെ സൗകര്യങ്ങൾ ഏതുമില്ലെന്ന് കരുതേണ്ട കാര്യമില്ല. ആശുപത്രിയും മാളും ഉൾപ്പെടെ എല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. വളരെ കുറച്ച് കിലോമീറ്ററുകളുടെ ദൂരം മാത്രമേ അവിടേക്കുള്ളൂ. 2 ബെഡ്റൂമുള്ള അപ്പാർട്ട്മെന്റാണ് പേളിയുടേത്. ഈ ഫ്ലാറ്റിന് പേളിയും ശ്രീനിഷും നൽകിയത് 60 ലക്ഷം രൂപയാണ്. ജനുവരിയിൽ ലഭിച്ച ഫ്ലാറ്റിന്റെ താക്കോൽ മാർച്ചിൽ ലഭിച്ചു. ഇപ്പോൾ അപ്പാർട്ട്മെന്റിൽ ഇന്റീരിയർ വർക്കുകൾ പുരോഗമിക്കുകയാണ്. പേളിക്കും ശ്രീനിഷിനും ഏറെ വിശ്വാസമുള്ള ടീമാണ് ഇവരുടെ ഫ്ലാറ്റിന് മോടി പിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ നൽകിക്കൊണ്ട് 30 മിനിറ്റോളം ദൈർഘ്യമുള്ള വ്ളോഗ് പേളിയും ശ്രീനിഷും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കൊണ്ടുവന്നിരുന്നു. ഈ വ്ളോഗിലൂടെ ഫ്ലാറ്റിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചും പേളി പറയുന്നുണ്ട്. അവസരോചിതമായി ശ്രീനി പെരുമാറിയില്ലായിരുന്നുവെങ്കിൽ നിറ്റാരയുടെ തലയിൽ ലിഫ്റ്റിന്റെ ഡോർ ഇടിക്കുമായിരുന്നു. ശ്രീനിഷിനാണ് പ്രേക്ഷകരുടെ പ്രശംസ മുഴുവൻ. ശ്രീനി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തതിനാൽ വലിയ അപകടം ഒഴിവാക്കിയെന്നാണ് ഏറെയും കമന്റുകൾ. 2 മക്കളെയും താനാണ് പ്രസവിച്ചതെങ്കിലും വളരുംതോറും മക്കൾ ഡാഡി മോളായി മാറുകയാണെന്നാണ് ഇതേ വീഡിയോയിൽ തന്നെ പേളി പറഞ്ഞത്. ശ്രീനിഷിനെ കാണുമ്പോൾ ഐസ്ക്രീം കണ്ടതുപോലെയാണ് നിറ്റാര ചാടി ചെല്ലുകയെന്നാണ് മുമ്പൊരു വീഡിയോയിൽ പേളി പറഞ്ഞിരുന്നത്. നിറ്റാരയെ പ്രസവിച്ചപ്പോൾ പേളി വിശ്രമത്തിലായിരുന്നപ്പോൾ നില ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ശ്രീനിക്കൊപ്പമായിരുന്നു.